അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മളെ കഴുത പ്രാർത്ഥന നടത്തി കഴുതയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. നൗസു ഇല്ലേ, നൗസു, അതായത് നമ്മളെ കുരുവട്ടൂരിലെ കോമാട്ട് ജാലിൽ അബ്ദുള്ളന്റെ കൂടെ കൂടി ബുദ്ധി നഷ്ടപ്പെട്ടു പോയ ഒരു സാധനം ഉണ്ടല്ലോ, കുരുവട്ടൂരി ഒതുക്കുങ്ങലായിരുന്ന ചങ്ങായി. ഓനിപ്പോ കുരുവട്ടൂരി അയക്കണ്, നിങ്ങളെല്ലാരും അറിയല്ലോ. ഓന് കഴുതയാക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴുത വർത്താനം ഇപ്പൊ പറയുന്നത്. ആ കഴുത വർത്താനം പറയുന്ന നമ്മളെ നൗസു കൈതപ്പൊയിൽ വരുന്നവരും നമ്മളെ പൊന്മള ഉസ്താദ് എന്തോ പറഞ്ഞു, അതിന്റെ വിശദീകരണം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിന് മാത്രം ഉണ്ടേ തർക്കമില്ല. ഏതായാലും നൗസു കുറച്ച് കാര്യം മുമ്പ് പറഞ്ഞിരിക്കും. ആദ്യം പൊന്മള ഉസ്താദ് എന്താ പറഞ്ഞത് കേൾക്കണ്ടേ, നല്ലപ്പോ കൂടുതൽ മനസ്സിലാവുള്ളൂ. നമുക്ക് പൊന്മള ഉസ്താദിന്റെ ആദ്യം ഒന്ന് കേൾക്കാം. ആ മദീനത്തെ പള്ളിയെ ലോക മുസ്ലിമീങ്ങൾ കാണുന്നത് പോലെ മുസ്ലിം സമൂഹം കാണുന്ന പള്ളിയാണ്, സംശയം വേണ്ട ഈ പള്ളി. ഇതാണ് നമ്മളെ പൊന്മള ഉസ്താദ് പറഞ്ഞത്. പൊന്മള ഉസ്താദ് പറഞ്ഞതിന് നൗസു എന്താ പറയുന്നത് നമുക്കൊന്ന് കേട്ടുവെക്കാം. നൗസു പറയട്ടല്ലേ, നൗസുന്റെ നമുക്ക് കേൾക്കാലോ. കേൾക്കാൻ പോവാണേ. ഏതായാലും ഇനിയിപ്പോൾ നിങ്ങൾ പൈസ കൊടുത്ത് മദീനത്തേക്കൊന്നും പോണ്ട, നോളേജ് സിറ്റിയിലെ പള്ളിയിൽ പോയാൽ മതി. അങ്ങനെ പൊന്മള ഉസ്താദ് പറഞ്ഞോ? ഇല്ല, അത് നൗസുന്റെ വകയാണ്. പൊന്മള ഉസ്താദ് എന്താ പറഞ്ഞതെന്ന് കഴുതകളല്ലാത്തവർക്കൊക്കെ മനസ്സിലായി. പൊന്മള ഉസ്താദ് പറഞ്ഞത് ലോക മുസ്ലിമീങ്ങൾ, ആ പൊന്മള ഉസ്താദിന്റെ വാക്കുകൾ തന്നെ കേട്ടാൽ മതി. ലോക മുസ്ലിമീങ്ങൾ മദീനത്തെ പള്ളിയെ കാണുന്നത് പോലെ കേരളത്തിലുള്ള വിശ്വാസികളായ മുസ്ലിം സമൂഹം ഈ പള്ളിയെ കാണുന്നുണ്ട്. അതിനർത്ഥം മസ്ജിദുൻ നബവിയെ പോലെ അല്ലെങ്കിൽ മസ്ജിദുൻ നബവിയേക്കാളും സ്ഥാനം നോളജ് സിറ്റിയിലെ പള്ളിക്ക് കൊടുത്തു എന്നാ അല്ല. നമ്മളിപ്പോ പല കാര്യത്തിലും അത് പറയാറുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു കഴുത ഇങ്ങനെ നടന്നു പോവാ, അപ്പോ ഒരു ചങ്ങായി പറഞ്ഞു, അതിനെ കാണുമ്പോ നൗഷൂനെ പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ആ കഴുത നൗഷാദ് എന്നാണോ? അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കഴുതയുടെ സ്വഭാവം നൗഷാദിന് കിട്ടിയിട്ടുണ്ട്. കഴുതയുടെ ബുദ്ധിയാണ് ഇപ്പോൾ ഉള്ളത്. അത് നൗഷാദ് തന്നെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ലഭിച്ചതുമാണ്. യഥാർത്ഥത്തിൽ എന്താണ് പൊന്മള ഉസ്താദ് പറഞ്ഞത്? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നോളജ് സിറ്റിയിലെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശമുണ്ട്, അവിടുത്തെ ആസാറുകളുണ്ട്. അതുകൊണ്ട് തന്നെ മസ്ജിദുൻ നബവിയെ സംബന്ധിച്ച് ലോക മുസ്ലിമീങ്ങൾ കാണുന്നത് പോലെ കേരളത്തിലുള്ള വിശ്വാസികളായ ആളുകൾ നോളജ് സിറ്റിയിൽ ആസാറുകളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കാണുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാതെ മസ്ജിദുൻ നബവിയുടെ മഹത്വം നോളജ് സിറ്റിയിലെ പള്ളിക്കുണ്ട് എന്നൊക്കെ പൊന്മള ഉസ്താദ് പറഞ്ഞോ? ഇല്ല. കാരണം നൗഷാദിനെ പോലെ കഴുതയല്ല, കഴുതയാക്കണമെന്ന് പ്രാർത്ഥിച്ച പണ്ഡിതനല്ല പൊന്മള ഉസ്താദ്. ഇനി ബാക്കി നൗഷാദ് പറയട്ടെ. ഇനി കാഴ്ബയും കൂടിയാണ് ഉണ്ടാക്കി കളി. അല്ല പൊട്ട, മദീനത്താണോ കാബ ഉള്ളത്? അത് പറഞ്ഞൂടെ എനിക്ക് പൊട്ട. എന്നാ പിന്നെ ഹജ്ജും അവിടുന്ന് ആകാലോ. മദീനത്ത് ഹജ്ജ് വല്ലാത്തൊരു സങ്കടം ഉണ്ട് കേട്ടോ. ഇതെന്നാ പറഞ്ഞ പണ്ഡിതന്മാരുടെ കുരുത്തക്കേടാ. പണ്ഡിതന്മാര് പറഞ്ഞത് കോട്ടി മാറ്റി അങ്ങോട്ട് ഇങ്ങോട്ട് ആക്കുന്നവരാലോചിക്കണോ? വിവരക്കേട് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. നിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ച് നീ കഴുതയായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധം നിനക്ക് വേണോ? ചെറിയ മക്കളോട് ചോദിച്ചാല് അവര് പറയൂ എവിടെയാ കാബ ഉള്ളത്, എവിടുന്നാണ് ഹജ്ജ് ചെയ്യല് എന്നൊക്കെ കുട്ടികൾ പറഞ്ഞു തരും. ബാക്കിയുള്ളതൊക്കെ ആയി. മദീനത്ത് പോയിട്ടാണല്ലോ എല്ലാരും ഹജ്ജ് ചെയ്യല്. ഇനി എവിടുന്ന എണീച്ച് വരുന്ന ചങ്ങാതി മദീനത്തെ പള്ളിയിൽ പോയിട്ടല്ല ഹജ്ജ് ചെയ്യല് പൊട്ട. ബാക്കി പറ. പിന്നെ സിറാജില് മൗലിദുൽ അക്ബർ നാളെ ജാമിഉൽ ഫുതൂഹിൽ എന്ന റിപ്പോർട്ട് ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ, നാളെ ജാമിഉൽ ഫുതൂഹ് അഥവാ നോളജ് സിറ്റിയിലെ പള്ളീൻ്റെ പേരാണ്. അതിലിങ്ങനെ വായിച്ചാൽ അതിൽ കാണാൻ പ്രത്യേകം തയ്യാറാക്കിയ റൗളത്തുൽ മുസ്തഫയിലാണ് വിശ്വാസികൾക്ക് തിരുശേഷിപ്പുകൾ കാണാൻ സൗകര്യമൊരുക്കുന്നത്. അപ്പോൾ റൗളയുമായി തിരുശേഷിപ്പുകൾ കാണാൻ സൗകര്യം ഒരുക്കിയ സ്ഥലല്ലേ?
ആരുടെ തിരുശേഷിപ്പ് അവിടെ ഉള്ളത്? റസൂലുള്ളാന്റെ തിരുശേഷിപ്പാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ബഹുമാനമുള്ള സ്ഥലമായി അത് കാണണോ? അത് വിശ്വാസികളോട് പറഞ്ഞതാ, അല്ലാതെ ഇന്നപ്പത്തെ വിശ്വാസമില്ലാത്ത വഹാബി മൂരാച്ചികളോട് പറഞ്ഞല്ല, വഹാബികൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്ന കള്ളനായ നിന്നോട് പറഞ്ഞല്ല, വിശ്വാസികളായ ഞങ്ങളോട് പറഞ്ഞതാ. ഏതായാലും ഇനിയിപ്പോ നിങ്ങൾ പൈസ കൊടുത്ത് മദീനത്തേക്കൊന്നും പോണ്ട. പറമടവൂർ നെഞ്ചകം മുത്ത് റസൂൽ, പറമടവൂർ നെഞ്ചകം മുത്ത് റസൂലാണടാ. ലിവാഉൽ ഹംദ് കയ്യിലേന്തി വന്ന മുമ്പരൊക്കെയും തഹ്ത ഖദമി കുതുബുൽ-ആലം അവരതിനും മുകളിലാ. അപ്പൊ റസൂലുമായി കണ്ടില്ലേ? ഔലിയാഇൽ രാജകിളി തൃപ്പനച്ചി ഉസ്താദ് എന്ന ഈ പുസ്തകം, ഇതിന്റെ 187-ാമത്തെ പേജ്. 180. ഇയാള് പിന്നെ തിരുത്തൂല്ലല്ലോ, മറ്റേ ആള് പിന്നെ തിരുത്തെങ്കിലും ചെയ്തു, ഇയാളാവും തിരുത്തൂല. ആരാ തിരുത്താത്തത്? ആ പുസ്തകം എഴുതിയ ആളാണോ അല്ലെങ്കിൽ തൃപ്പനച്ചി ഉസ്താദാണോ? ആരാ തിരുത്താത്തത് എന്ന് പറയണേ. 187-ാമത്തെ പേജിൽ കണ്ടില്ലേ? മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ കൊടിമരത്തിൽ 2ാം നില വാർപ്പ് തുടങ്ങിയ സമയത്ത് ഉസ്താദ് പറഞ്ഞു, ഇപ്പോൾ ഈ പണി തുടങ്ങുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നിർദ്ദേശപ്രകാരമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർദ്ദേശിച്ചു, തൃപ്പനച്ചി ഉസ്താദ് കൊടിയുണ്ടാക്കി. പറച്ചലോ അത് മുഹിയുദ്ദീൻ ശൈഖിന്റെ കൊടിയാണ്. എന്നാ പിന്നെ ഹജ്ജും അവിടുന്ന് ആകാം. ബാക്കിയുള്ളതൊക്കെ ആയി. എന്താ പദ്ധതി നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? എന്താ പദ്ധതി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ പണിക്ക് കൂടിയവർക്ക് ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലി കിട്ടും. ഇത് രേഖപ്പെടുത്തിയതാ. കേട്ടില്ല നിങ്ങള്? ഏതെങ്കിലും രാഘവനോ ഏതെങ്കിലും മുജീബോ ഏതെങ്കിലും മുഹമ്മദോ ആ കൊടി നിർമ്മാണത്തിൽ പങ്കെടുത്താല് ഹജ്ജ് ചെയ്ത കൂലി കിട്ടും. എവിടെയായി കൊടിമരം സ്ഥാപിക്കുന്നത്? തൃപ്പനച്ചിയിൽ. അതിന് നൗഷാദ് ഒരു മറുപടി പറയുന്നുണ്ട്, അന്ന് കേൾക്കല്ലേ? പറഞ്ഞു കൊടുക്കുക നൗഷാദെ. ഇനി ഒരു കാഴ്ബിയും കൂടിയാണ് ഉണ്ടാക്കി കളി. തന്നെ കണ്ടില്ലേ? സഫാ മർവ 2 കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ സഫാ മർവക്കിടയിൽ നടന്ന കൂലിയുണ്ട്. ഇനി ആരും മക്കത്ത് പോണ്ട, കാരണം ആ കൊടിമരത്തിന്റെ ഇടയിൽ കൂടെ നടന്നാ മതി. ബാക്കി പറ. ഇങ്ങനെ തൃപ്പനച്ചി ഉസ്താദിന് പറയാൻ പറ്റി? എങ്ങനെ ഇവിടെ വന്ന ഹജ്ജിന്റെ കൂലി ഉണ്ട് എന്ന് പറയാൻ പറ്റി? ഇങ്ങോട്ട് പറയുന്നേ. എങ്ങനെ പറയാൻ പറ്റി? നൗഷാദ്, ആ പുസ്തകത്തിന് ആശംസ എഴുതിയത് ആരൊക്കെയാ ഒന്ന് ഇനി പറഞ്ഞ? ഇതിനാദ്യം എഴുതിയത് ആശംസ ഈ പുസ്തകത്തിലുള്ളത് മുഴുവനും വായിച്ചു കേട്ടു കൃത്യമായി ശരിയാന്ന് ഉറപ്പിച്ച് ആശംസ എഴുതി കൊടുത്തത് സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ. പിന്നാരാ? പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ. പിന്നാരാ? സയ്യിദ് നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ, കോഴിക്കോട് വലിയ ഖാദി. MT അബ്ദുള്ള മുസ്ലിയാർ, സെക്രട്ടറി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹമീദ് അലി ശിഹാബ്, പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, വാവാട് കുഞ്ഞിക്കോയ ഉസ്താദ്. ഇതിന് നിനക്ക് പറയാനുള്ള മറുപടി എന്താ? ഒന്ന് കേൾക്കട്ടെ. എന്താ പദ്ധതി നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഓൽക്ക് അവിടെ ഒരു ഹുജറത്തു ഷരീഫ് ഉണ്ടാക്കണം. എന്നിട്ട് മടവൂർ ശൈഖുനയുടെ സമീപത്തേക്ക് വരുന്ന ആളുകളെയൊക്കെ കൊണ്ടുവരണം. അതിനു വേണ്ടി ഏതായാലും നൗഷൂനോട് പറയാനുള്ളത്, മദീനത്തല്ല കഅബയുള്ളത്, മദീനത്ത് പോയിട്ടല്ല ഹജ്ജ് ചെയ്യാറുള്ളത്, ശരിക്കും പഠിച്ചിട്ട് പ്രസംഗിക്കാൻ വരണം എന്ന് ഓർമ്മപ്പെടുത്തി, നിന്നെ ഒരു മനുഷ്യനാക്കി അള്ളാഹു മാറ്റട്ടെ, മനുഷ്യബുദ്ധി അള്ളാഹു നിനക്ക് നൽകട്ടെ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.